അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. നമ്മൾ വായക്കാട് വരെ ഒന്ന് പോവാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടായൊരു പോക്കാട്ടോ. നേരെ വെളുത്താരിയല്ല, ഒരു 10-10:30 ആയപ്പോൾ ഉണ്ടായ പോക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്ന് വായക്കാട് പോയി വരണം. അവിടെ നാത്തൂൻ്റെ മകൻ്റെ സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇന്ന് പണിക്കാരില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് സാധനം പുറത്ത് കിടലും ഇതൊക്കെ ആയിട്ട് പണിയനി, ടൈലും ഇതൊക്കെ വരലും ഒക്കെ പണിയനി കേട്ടോ. അപ്പോൾ ഇന്ന് പണിക്കാരില്ല. ഇനിയിപ്പോൾ പണിക്കാർ അഥവാ വന്നാൽ പിന്നെ എപ്പോഴൊന്നും പോകാൻ കഴിയൂലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു അന്ന് തന്നെ പറഞ്ഞു ഇന്ന് പോവുകയാണെങ്കിൽ പോയിക്കോളിയായിരുന്നു. അപ്പോൾ അന്ന് പോവാൻ നേരെ വെളുത്താരെ അങ്ങനെ ഞങ്ങൾ പോവാന്നൊക്കെ തീരുമാനിച്ച് മാറ്റി ഒരുങ്ങി ഇറങ്ങിയൊക്കെ കേട്ടോ. 11 മണിയായിട്ടോ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ അത് വിറക് നുറൂന്ന് റോട്ടുമെന്ന് ഇങ്ങോട്ട് അടിക്ക് ഇട്ടതാട്ടോ. അതൊക്കെ അട്ടിയെക്കാനും കുറേ പണിയുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാം മാറ്റി വെച്ച് ഞങ്ങൾ ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ ആണെങ്കിൽ നല്ല വെയിലുമാണല്ലോ. നല്ല വെയിലുണ്ട്. 2 ദിവസം മഴ ആയതുകൊണ്ട് ഒരു ചൂടിനൊക്കെ ഒരാക്കണ്ടായി കേട്ടോ. അപ്പോൾ ഇന്ന് ആഴ്ചങ്ങനെ നല്ല വെയിലും ഇതൊക്കെ അയക്കണം. ഏതായാലും പോട്ടെ. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ അമ്മോൻ്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചണല്ലോ, അവിടെ ഒന്ന് കയറണം. അതേപോലെ ഒരു അമ്മോൻ്റെ പെണ്ണുങ്ങൾ ഒക്കെ ഡേറ്റ് പറഞ്ഞിരിക്കണം. അപ്പോൾ ഓളെ കാണാൻ പോകണം. കുറേ പരിപാടി. അപ്പോൾ ഇന്ന് ഫുള്ളും അതൊക്കെ തീർക്കണം എന്നാണ് കേട്ടോ വിചാരിക്കണത്. കാരണം ഇനി പണി തുടങ്ങിയാൽ പിന്നെ നമുക്കൊന്നിനും കഴിയൂല. അപ്പോൾ ഞങ്ങൾ മാറ്റി ഒരുങ്ങിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കണം. വണ്ടിക്ക് വിളിക്കണം കേട്ടോ. വണ്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ പോണ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അലമാരൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ട ഡ്രസ്സ്. അലമാറമ്മലൊക്കെ എന്തൊക്കെ ചളിയൊക്കെ ഉണ്ടല്ലോ, ഐസമോളാക്കിയതാട്ടോ. ഈ ടോപ്പ് നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിയതേനി കേട്ടോ. ഒരു ടോപ്പ് മാത്രമായിട്ട് വാങ്ങിയതേനി. അപ്പോൾ എനിക്കിപ്പോൾ ഈ പാൻറ്റ് ഐസമോൾ നോക്കണമൊക്കെ അതിമ്പോൾ തൊടണ്ട കേട്ടോ, ചളി ഉണ്ട്. അപ്പോൾ അലമാരൊക്കെ ആകെ എന്തോ അതിനത് ഇതിട്ട് മൂടിയിട്ടതേനി കേട്ടോ. എന്നാലേ ഇതിനുള്ളത് സാധനമൊക്കെ ഒഴിവാക്കിക്കണ്. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. സിമ്പിളാട്ടോ. ബസ്സിനാട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ബസ്സിന് പോകുമ്പോൾ ഗതിയുടെ അവളെ പിടിക്കലും ഇതൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞാൻ അധികം ഇങ്ങനത്തെ ഡ്രസ്സുകളാട്ടിടല്, ചുരിദാറുകളാണ് ഇടല്. അതുപോലെ ഷീറ്റ് കെട്ടിയേക്കാട്ടോ. ഈ ഭാഗം ഒന്നായിട്ട് ഷീറ്റ് കെട്ടിക്കണം. അതാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ എനിക്ക് വലിയ ലോങ്ങുള്ളതും ഇതൊക്കെ ഇടുമ്പോൾ പേടിയാണ്. പെട്ടെന്ന് ഇറങ്ങാനും കയറാനൊന്നും കഴിച്ചില്ലല്ലോ. പിന്നെ ഇവളും ഉണ്ടാവില്ലേ. അപ്പം എനിക്ക് നമ്മൾ ഒറ്റ തടിയാണെങ്കിൽ പ്രശ്നമല്ല. പക്ഷേ ഒരാളും കൂടി ഇവളും കൂടി ഉണ്ടാകുമ്പോൾ, ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ അപ്പം എനിക്ക് എന്തോ ഒരു ബേജാറാട്ടോ. ഇങ്ങനെ പെട്ടെന്ന് കയറും ഇറങ്ങുമൊക്കെ വേണ്ടേ. ഇങ്ങനെ ബസ് നിർത്തിയിട്ട് ചിലപ്പോൾ നമ്മൾ കയറുമ്പോൾ പോലെ ബസ് കണ്ട് എടുക്കും ആ സ്റ്റെപ്പുമ്പോഴൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ എനിക്ക് എന്തോ ഒരു പേടി അങ്ങനെ. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ ചുരിദാറുകളാട്ടിടല്. ചുരിദാറാകുമ്പോൾ പിന്നെ അത്ര ഏയൂലല്ലോ. അപ്പോൾ ഞാൻ അധികവും ചുരിദാറിടല് ബസ്സിന് പോകുമ്പോൾ. അപ്പോൾ പോയിട്ട് വരാം. ഓട്ടോറിക്ഷനെ വിളിച്ചിട്ടുണ്ടോ വെച്ച്. വെയിലിപ്പോൾ തന്നെ നല്ല ചൂടും വെയിലും അയക്കണേ. അപ്പോൾ ഞാൻ ഷീറ്റ് കെട്ടിയതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഭാഗം ഒന്നായിട്ട് ഇങ്ങനെ ഷീറ്റ് കെട്ടിയേക്കാട്ടോ. ഭാഗം ഒന്നായിട്ട് അറിയാല്ല, കുറച്ച് സ്ഥലം ഷീറ്റ് കെട്ടിക്കാണ്ട് അലമാര, സോഫ, കട്ടിൽ അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ അകത്തുണ്ടായതിനെ ഷീറ്റില്ലേ അതിനെ കൊണ്ടുവന്ന് ഇവിടെ വിരിച്ചിക്കാണ്ട് അതിലാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ഇട്ടത്. ഇഞ്ഞുണ്ട് കുറേ അകത്തുണ്ട്. ആ ഷീറ്റൊക്കെ ഇനി പുറത്തേക്ക് ഇട്ടിട്ട് ഇഞ്ഞും ഇടാണ് കേട്ടോ. നമുക്ക് സാധനമൊക്കെ ഇഞ്ഞും പുറത്തേക്ക് ഇടാണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഏതായാലും നടക്കില്ല. ഇന്ന് നമ്മൾ കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പം ഇനി നാളെ മുതൽ ഷീറ്റ് ഇടണം, പുറത്തേക്ക് ഇടണം. അവിടെ വിറകുണ്ട്, അത് അട്ടി വെക്കണം. ഓലക്കൊടി ഉണ്ട് കറക്കാൻ. അതൊക്കെ പിന്നെ ഉമ്മാൻ്റെ പണികൾ. അപ്പോൾ അതൊക്കെ പണിയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പോകലൊക്കെ ഒന്ന് തീർക്കണം. ഐസക്ക് ഈ ഉടുപ്പ് തന്നെ വേണം പറഞ്ഞ് ഇട്ടതാട്ടോ. ഞാൻ ബസ്സിന് പോകുമ്പോൾ ഈ ഉടുപ്പ് ഇട്ട് കൊടുക്കുകയില്ല. പോക്ക് ഈ ഉടുപ്പ് തന്നെ വേണമല്ലോ. അങ്ങനെയൊക്കെ പിന്നെ ഓട്ടോറിക്ഷയൊക്കെ വന്നു. ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ടു കാവനൂർക്ക് പോവാണ്. കാവനൂരിൽ നിന്നാണല്ലോ ബസ് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഐസമോൾ ഇതാക്കണ അതിൻ്റെ ഓട്ടോറിക്ഷൻ്റെ കണ്ണാടി നോക്കിയിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ നോക്കിക്കാണ്ട് അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി. കാവനൂരിൽ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ നിന്നു കേട്ടോ. ബസ്സൊന്നും കിട്ടിയില്ല. അവിടെ നിന്ന് ബസ് കയറി. ആ ബസ്സിലാണെങ്കിൽ കുറച്ച് സീറ്റൊക്കെ കുറവേനെ. എനിക്ക് പിന്നെ കുട്ടികളതിനോട് പിന്നെ എല്ലായിടത്തുനിന്നും സീറ്റ് കിട്ടും. അങ്ങനെ പിന്നെ അരീക്കോട് എത്തിയാരെ ഞങ്ങൾ ഇടവണ്ണ ബസ് കയറിയതാട്ടത്. അതിൽ പിന്നെ മുന്നിൽ തന്നെ സീറ്റ് ഇട്ടിട്ടോ. ഡ്രൈവറെ നേരെ ബാക്കിലിട്ടോ. അപ്പോൾ അവിടെ ഒരു കണ്ണാടി ഉണ്ടല്ലോ, അതിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യാം. പിന്നെ അതേപോലെ ബസ്സിൻ്റെ മുന്നിലും ഇട്ടൊരു കണ്ണാടി. ആ കണ്ണാടിയിൽ നോക്കിക്കാണ്ട് ഓള് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് അയാൾക്ക് കേട്ടോ. പിന്നെ അയാളെ കുറേ ഇതിൽ തോണ്ടി വെക്കും ഡ്രൈവറെ. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് പറയാണ് അവളെ വർത്താനം ഓളിനെ തോണ്ടണമൊക്കെ ഇങ്ങനെ ഇറങ്ങി. ആളെ കണ്ടിട്ടില്ല. എന്നിട്ട് ഓളോട് എന്തൊക്കെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓള് ഫുള്ളും അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഓളതിനെ കൈയിട്ടാൽ ഡ്രൈവറെ ഇങ്ങനെ തോണ്ടി വെക്കുക. മെല്ലെ ഇങ്ങനെ തോണ്ടി വെക്കട്ടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയി.
എടവണ്ണപ്പാറ ഇറങ്ങി. അവിടെ നിന്ന് വേറൊരു ബസ്സും കയറിയിട്ടോ. എന്നിട്ട് ആ രംഗം കണ്ടത് ഫ്രിഡ്ജ് തുറന്നിട്ട് ഓളയിലുള്ളതൊക്കെ എടുക്കുക, ഓക്ക് വേണ്ടതൊക്കെ ഓളന്നെ എടുക്കുക കേട്ടോ. ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കാണ്ട് നേരെ ഞങ്ങൾ ഓട്ടോറിക്ഷയും വിളിച്ച് ബേബിൻ്റെ അവിടെ എത്തിട്ടോ. ബേബിൻ്റെ അവിടെ എത്തി. പിന്നെ നീലനെയാണ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഓള് ഭയങ്കര കളി, കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ട്. എന്നിട്ട് ഭയങ്കര കളിയും ചെന്ന പാടൻ ഉടുപ്പൊക്കെ ഊരിയിട്ട് പിന്നെ ഫുള്ള് കളി. പിന്നെ ഓളെ കിട്ടണേന്നല്ല കേട്ടോ, വിളിച്ചിട്ടൊന്നും ഓളെ കിട്ടണേ ഇല്ലേനി, ഫുള്ള് കളിയേനി. ഉടുപ്പൊക്കെ ഊരി നേരെ ഓള് ആയിട്ട് എറിഞ്ഞ്. ഓൻ്റെ കുറേ വണ്ടിയും സാധനമൊക്കെ ഉണ്ടായിന് കേട്ടോ. അതൊക്കെ എടുത്ത് ഹോട്ടലും ഇതൊക്കെ ആയിട്ട് പിന്നെ അവിടെ കൂടി പോരുന്നില്ല എന്ന് പറഞ്ഞിക്കാണ്ട് അടക്കേനി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്നാരെ പോന്നു കേട്ടോ. അപ്പോൾ ഷെമി ലോഡ് കൊണ്ട് പോയതേനി കേട്ടോ, പെരയിലില്ലേനി. പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്നപ്പോണ്ട് ഷെമി ഇങ്ങനെ വരുന്നു കേട്ടോ. അവന് ഷെമി പറഞ്ഞാൽ ഞാൻ എടവണ്ണപ്പാറക്ക് ആക്കി തരാം, അവിടുന്ന് ബസ് കയറിക്കോളി പറഞ്ഞിക്കാണ്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നു. അങ്ങനെ എടവണ്ണപ്പാറ എത്തിയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന് അരീക്കോട് ഇറക്കി തരാറുണ്ട്. അത് അരീക്കോട് എത്തിയപ്പോൾ പിന്നെ ഷെമി കാവനൂർക്കാക്കിയെന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾ പോരുമ്പോൾ വണ്ടീനെ അവിടെ സൈഡാക്കിയിട്ടേനി. അപ്പോൾ വണ്ടിയിൽ നിന്ന് എന്തോ എടുക്കാണ്ട് എന്നും പറഞ്ഞിക്കാണ്ട് ഷെമി ഞങ്ങളവിടെ ഇട്ടിക്കാണ്ട് വണ്ടിയിലെടുക്കാൻ പോയിട്ടോ. ഇതാട്ടോ നമ്മളെ വണ്ടി, ഷെമി പോണ വണ്ടി അതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ പണിക്കാരുണ്ട് കേട്ടോ. പണിക്കാരുള്ളതിനോട് അതിൻ്റെതായ സൗണ്ടും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്ന പിറ്റേന്നാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സൗണ്ടും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോരുന്ന വഴിക്ക് ലൈസമ്മക്ക് ഷെമിൻ്റെ ഇപ്പോൾ കാറിൽ കയറിയപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ലൈസ് വേണം, അത് വേണം എന്നും പറഞ്ഞിട്ട് അവൾ കയറിയത് തന്നെ. എന്നിട്ട് ഞങ്ങൾ പോരുമ്പോൾ ഷെമി ഒരു കടയിൽ നിർത്തിയിട്ട്, ഇപ്പോൾ എവിടെ ഇനി സ്ഥലം എനിക്കറിയില്ല, കടയിൽ നിർത്തിയിട്ട് എന്നിട്ട് ഓള് ഷെമി ഏതാ പോയിന് അവിടെ ഉണ്ട്. എന്നിട്ട് ഓളുണ്ട് വേഗം തീക്കാൻ പോവുക ഫ്രിഡ്ജിക്ക്, അതിലുള്ളതേ ഒക്കെ പറ്റുള്ളൂ. എന്നിട്ട് ലേസും പിടിച്ച് കയ്യിലാക്കിക്കണ്. പിന്നെ എന്തൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നേരെ ഞങ്ങൾ പോന്നു കേട്ടോ. കാവനൂർ കൊണ്ടുവന്ന് ഷെമി ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ ഇറക്കി തന്നിട്ടോ. വേറെയും ഞങ്ങൾക്ക് കുറേ കാണാൻ പോകാണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് തന്നെ ഫുള്ള് സാധനം വാങ്ങിയിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചിക്കാണ്ട് അവിടെ ഇറക്കി തന്ന്. ഓള് പായുണ്ട് കേട്ടോ. അതിക്ക് ഓൾക്ക് വേണ്ടത് ഒന്ന് കിട്ടുമല്ലോ. അവിടുന്ന് നേരെ മുന്നിൽ തന്നെ ഓരോന്ന് ഈ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് അവിടെയൊക്കെ മുന്നിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഉണ്ടാവും കുറേ ഐറ്റം മുട്ടായികളും അതും ഇതൊക്കെ. കാരണം കുട്ടികൾ വരുമ്പോൾ എന്തായാലും വാങ്ങുമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് നടന്ന് മുട്ടയും പഴവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി ഫുള്ളും വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോന്നു കേട്ടോ. പോന്ന് ബില്ലൊക്കെ അടിച്ച്. അപ്പോൾ ബില്ലടിച്ച് നോക്കിയോള് ആ മുട്ടായി കണ്ടത്. അവിടെ ഫുള്ളും ഇങ്ങനെ ഒരു കുട പോലത്തെ ഒരു മുട്ടായി ഉണ്ട്. എന്നിട്ട് ഇന്ന അങ്ങോട്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ, ഞാൻ അത് വാങ്ങി തരാൻ വേണ്ടിയിട്ട്. ഇതാണ് സംഭവം. എന്നിട്ട് പിന്നെ അതും വാങ്ങി കൊടുത്ത് കിട്ടാതെ പോരൂല. ഓൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടണം, അല്ലെങ്കിൽ ഓള് പോരൂല അവിടുന്ന്. അങ്ങനെ അതും വാങ്ങിയിട്ട് നേരം ഓള് മുന്നേക്ക് നടക്കട്ടോ. ഓളോണ്ട് അടക്കുക എന്നിട്ടൊന്നും ഓള് കേൾക്കണില്ല. പിന്നെ കാവനൂർക്ക് ഇപ്പോൾ കുറേ ഇടയായിട്ട് ഞങ്ങളിങ്ങനെ പോണതിനോടും ഒക്കെ അറിയുക, അതിലേ പോകേണ്ടി വരേണ്ടതെന്നൊക്കെ ഒക്കെ അറിയാം. എന്നിട്ട് ഓള് മുന്നേക്ക് പോവുക. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സും കുറച്ചൊക്കെ വാങ്ങി. വയറ് കാണാനും പോവാണ്ടല്ലോ. ഫുള്ള് പോക്കും ഇന്നലെ തന്നെ തീർത്തതാട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്നത് പിറ്റേന്നാട്ടോ. ഞങ്ങൾ പോയി വന്നതിൻ്റെ ശേഷമാണ് വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ ഫ്രൂട്ട്സും വാങ്ങി. അപ്പോൾ തന്നെ ഞങ്ങളൊരു വിധം അയക്കണം കേട്ടോ. കുഴങ്ങിക്കണം ആകെ, രാവിലെ ഇറങ്ങിയതും അല്ലേ. അങ്ങനെ വാങ്ങിയും സാധനവും കുറച്ചൊക്കെ വാങ്ങി നേരെ ഞങ്ങളവിടെ. ഈ കാക്ക നമ്മൾ നല്ല പരിചയം കേട്ടോ. വാപ്പനെയൊക്കെ നല്ലോണം അറിയാം. അപ്പം പിന്നെ ആ കാക്കയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാം നല്ല നോക്കിയെടുത്തരും. അതതിൻ്റെ ഷെമിയായിരുന്നു വാങ്ങിയ. ഷെമി നല്ലോ പറ്റിക്കൂട്ടോ. ഷെമിനെ അറിയില്ല, നമുക്ക് നമ്മൾ നല്ല പരിചയമായതുകൊണ്ട്. അപ്പോൾ ഇതിന് വിയർത്ത് കുളിച്ചിട്ട് ആകെ കുഴങ്ങിക്കണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കില്ലേ. പിന്നെ ഓട്ടോറിക്ഷയൊക്കെ ഫുള്ള് സാധനമാക്കി ഞങ്ങൾ നേരെ പോകുന്നു കേട്ടോ. ആദ്യം ചെറിയ അമ്മേൻ്റെ പെണ്ണുങ്ങളോടൊക്കെയായിട്ട് പോണത്. ആദ്യം അവളോടക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. അപ്പോൾ ആ പൂവ് കണ്ടപ്പോൾ നല്ല രസം. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തതാട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ ചെറിയ അമ്മേൻ്റെ അടുത്ത് പോയി. പിന്നെ അവിടുന്ന് കുട്ടീനെയൊക്കെ കണ്ട് ജ്യൂസും കടിയൊക്കെ കിട്ടി. അവിടുന്ന് പിന്നെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷനെ പറഞ്ഞയച്ചിട്ടോ. കാരണം കുറച്ച് നേരം അവിടെ നിൽക്കണമെങ്കിൽ ഓട്ടോറിക്ഷ ആകുമ്പോൾ ഓല് കുറേ നേരം നിൽക്കൂലല്ലോ, ഓല് വേഗം പോകില്ലേ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ നിൽക്കാണ്ട് ഐസുകളപ്പോത്തിന് അവിടെ മിച്ചറൊക്കെ എടുത്ത് തിന്നലൊക്കെ തുടങ്ങിയിരിക്കണം, പാത്രത്തിലൊക്കെ ആക്കി. പിന്നെ ഓളപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചെന്ന് കേട്ടോ. ഓല അവിടെ ഉള്ളൊരു കാക്കാനെ വിളിച്ചെന്ന്. പിന്നെ ആ കാക്ക ഞങ്ങളെ നേരെ ഇവിടെ കൊണ്ടാക്കി. അപ്പോൾ അവിടുന്ന് പോന്നപ്പോൾ ചെറുതായിട്ട് പിണങ്ങിയിട്ട് ഐസുകൾ. അതാണ് ഇപ്പോൾ കുറുമ്പാട്ടുന്നത്. ഓളവിടെ റിതുമായിട്ട് കളിച്ചീന് കേട്ടോ, കളീൻ്റെ വലിയ കുട്ടിയായിട്ട്. അപ്പോൾ അവിടുന്ന് പോകാൻ നോക്ക് പറ്റിയില്ല, ഒക്കെ പോരാനായിട്ടുമില്ല. പിന്നെ ഓട്ടോറിക്ഷ വന്നപ്പോൾ വേഗം ഉടുപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്നതാട്ടോ. അപ്പം ഉമ്മാൻ്റെ കുടി എന്ന് പറയുന്നത് വടക്കുമ്പല തന്നെ ആണല്ലോ. അപ്പോൾ കുറുമ്പാട്ടിന്നേനെ ഇപ്പം എന്നോട് ഓണാക്കുക പറഞ്ഞത്. അപ്പം എന്നോട് ചിരിച്ചാനും വേണ്ടിയിട്ട്
അപ്പം ഉമ്മാൻ്റെ കൂടി വടക്കുമല തന്നെ ആയതുകൊണ്ട് നമ്മളെ പേരെ കഴിഞ്ഞ് പോയിട്ടാട്ടോ ഉമ്മാൻ്റെ കൂടി കുറച്ച് മേലെ എങ്ങനെയാണ്. അപ്പം ഇതിപ്പോൾ നമ്മളെ പേരെ എത്താനായി. അവിടെ നിന്ന് കുറച്ച് മേലെയാണ് ഉമ്മാൻ്റെ കൂടി. ഇപ്പം ഞങ്ങൾ ആ ഓട്ടോറിക്ഷയിൽ തന്നെ നേരെ അങ്ങോട്ട് പോയി. അവിടെ എത്തിയാൽ പിന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഓലപ്പം അങ്ങോട്ട് പോരാ വിചാരിച്ചിട്ട് ഇതായിട്ട് നമ്മൾ പേരാ റോട്ടിൽ നിന്ന് എന്തോ ഒരു താഴ്ച അറിയാം, ഒരു കുണ്ടിലാണല്ലോ നമ്മൾ. അങ്ങനെ പിന്നെ നേരെ അമ്മോൻ്റെ കൂടെ എത്തി. വലിയ അമ്മോനും തറവാടും ഉമ്മാൻ്റെ കൂടി ഒരു മുറ്റം തന്നെ കേട്ടോ, ഇതില്ല, ഒരു അടുത്താണ് പേരെടുത്തത്, മുറ്റത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം അങ്ങോട്ടാണ് പോയത്. ഉമ്മ അവിടെ എത്തിയ പാടന്നെ പുറത്തേക്ക് ഊരിട്ട് കേട്ടോ, ചൂട് പുക എടുത്തിട്ട് അവിടെ എത്തിയെങ്കിൽ വിചാരിച്ചിരിക്കേനെ. അപ്പോൾ ഐസമോൾ അകത്ത് കയറണില്ല കേട്ടോ, ഓക്ക് അങ്ങോട്ട് വന്നാൽ പറ്റിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇമ്മാൻ്റെ അമ്മച്ചി മാങ്ങയൊക്കെ പറിച്ചു കൊടുക്കാൻ കേട്ടോ. അവിടെ കുറേ മാങ്ങ ഉണ്ട്. അപ്പോത്തിനും വലിയ ഞങ്ങൾ പേരാട്ടോ പറയില്ലേ, അമ്മായി എന്നൊന്നും പറയില്ല. വലിയ അമ്മായി ജ്യൂസൊക്കെ അടിച്ചെന്ന്, പിന്നെ അമ്മച്ചി പറിച്ചെന്ന് മാങ്ങനെ തപ്പും മുളകൊക്കെ ആക്കിയാണ്ട് തിന്നാട്ടോ. അത് നല്ലോണം അങ്ങനെ ഉള്ളിൽ പൗത്ത് വരലോ തുടങ്ങിക്കണം കേട്ടോ, പൂക്കാനയക്കണേ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉപ്പും മുളകും ആക്കിയപ്പോൾ നല്ല രസം. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്ന് എല്ലാവരും കൂടിക്കണ്ട് അതൊക്കെ തിന്ന്. പിന്നെ ചായയും മധുരക്കിഴങ്ങും ചമ്മന്തിയൊക്കെ ഉണ്ടായിനി. പിന്നെ ഞങ്ങൾ കുറേ നേരം അടന്നു കേട്ടോ. രാത്രി പിന്നെ 9 മണിയൊക്കെ കഴിഞ്ഞാലായിട്ട് അടന്ന് പോകുന്നത്. അപ്പം ഇത് വലിയ അമ്മോന്, അത് രണ്ടാമത്തെ അമ്മോന്. പിന്നെ കലീനെ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മറ്റേതിൻ്റെ വാപ്പയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ചോറൊക്കെ തിന്നോ, മന്തിയൊക്കെ കൊണ്ടുവന്നിനി. മന്തിയൊക്കെ തിന്ന് പിന്നെ നേരെ ഞങ്ങൾ പെരേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കലീലിൻ്റെ ഒപ്പായിട്ട് പോകുന്നു. ഞാനും ഐസമോളും കലീലിൻ്റെ ഒപ്പം പോകുന്നു, ഇമ്മ വാപ്പാൻ്റെ ഒപ്പം പോകുന്നു. അങ്ങനെ 2 വണ്ടിമ്മലയക്കാണ്ട് പോകുന്നു കേട്ടോ. ദൂരമല്ല കേട്ടോ ഉമ്മാൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ പെരേക്ക് പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഫുള്ള് കറക്ക വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ കമൻറ്റ് ഇടാം കേട്ടോ.